അതുപോലെ തന്നെ ഖലീൽ ബുഖാരി തങ്ങളുടെ പിതാവ് സയ്യിദ് അഹമ്മദ് ബുഖാരി തങ്ങൾ, അതേപോലെ തന്നെ മറ്റ് PMS പൂക്കോയ തങ്ങളും ബാഫക്കി തങ്ങളുടെ ഒക്കെ ഒരു കാലമാണ്. ഒരു ത്യാഗത്തിന്റെ കാലമായിരുന്നു അത്. അവരുടെ സമയവും അവരുടെ അധ്വാനവും അവരുടെ പണവും എല്ലാം ഒരു ത്യാഗത്തിന് അവർ കൊടുത്തു. ആ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ആ കണ്ണിയിലെ ഒരു നേതാവേ നമ്മുടെ മുമ്പിൽ ഇനി ബാക്കിയുള്ളൂ. അത് ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാണ്. ആ നേതാവിരിക്കുന്ന വേദിയിൽ ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് ഞാൻ വന്ന് നിൽക്കുന്നെങ്കിൽ 45 വർഷം മുമ്പ് മരണപ്പെട്ടുപോയ എൻ്റെ വല്യപ്പയുടെ പൊരുത്തവും ഞാൻ കാണുകയാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഷെയ്ഖുനയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നേതാക്കൾ എന്ന പേരോട് ഉസ്താദ് വിദ്യാർത്ഥിയായിരുന്നു എന്നാണ്. ഞാൻ എൻ്റെ മാമമാർ രണ്ടുപേരോട് ഇരിപ്പുണ്ട്. വിദ്യാർത്ഥിയായി ആ കാലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ഉസ്താദിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഇരുന്ന 2 പേരക്കുട്ടികളിൽ ഒരാൾ ഞാനായിരുന്നു. ആ പേരക്കുട്ടിക്ക് ഉസ്താദിനോടൊപ്പം വന്ന് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞത് അള്ളാഹു ഒരു തീരുമാനമാണ്, ഒരു നിമിത്തമാണ് ഇവിടെ കൊണ്ട് നിർത്തുക എന്നുള്ളത്. പിന്നീട് ഒരിക്കൽ ഷെയ്ഖുന അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ഒരു നേതൃത്വത്തിലും ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുമുള്ള മഅ്ദിൻ അക്കാഡമിയിൽ പോയി കണ്ടപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്നോടൊപ്പം ഗൾഫാർ മുഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം പറഞ്ഞു, തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ലോകം മുഴുവനുള്ള എല്ലാ അവസരങ്ങളും എല്ലാ സാധ്യതകളെക്കുറിച്ചും ബോധ്യമുള്ള ഒരു നേതൃത്വം ഒരു ഗ്രാമത്തിൽ പ്രവർത്തിച്ചാൽ ആ ഗ്രാമം എത്രത്തോളം ഉയരുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഈ കാണുന്ന സ്ഥാപനം. അവിടുത്തെ വിദ്യാർത്ഥികൾ ജർമ്മൻ ഭാഷയിൽ പ്രസംഗിച്ചു, ഫ്രഞ്ച് ഭാഷയിൽ പ്രസംഗിച്ചു, ഗ്രീക്ക് ഭാഷയിൽ പ്രസംഗിച്ചു, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിച്ചു. ലോകത്തോട് സംവദിക്കാനാണ് ഷെയ്ഖുന നമ്മളെ പഠിപ്പിച്ചത്. ലോകത്തിനോട് സംവദിക്കാൻ കഴിയുന്ന ഒരു വലിയ സമൂഹത്തെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനം, മനുഷ്യർക്ക് വേണ്ടി എന്ന പ്രവർത്തനം ലോകത്ത് വ്യാപിപ്പിക്കാനുള്ള ഒരു സംവിധാനമായി മാറുകയാണ്. അതിനുള്ള കഴിവുറ്റ നേതൃത്വം നമുക്കുണ്ട് എന്ന ഭാഗ്യമുള്ളവരാണ് നമ്മൾ. കാലഘട്ടം വളരെ മോശമാണ്. 10 കൊല്ലം 20 കൊല്ലം മുമ്പുള്ള രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത്. അപകടകരമായി പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു